മലബാറിന്റെ തനത് വിഭവങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി. അപ്പാട ബിരിയാണി. പേരിനെ പോലെ തന്നെ കക്ഷി വ്യത്യസ്തനാണ്. മലബാറിന്റെ തനത് വിഭവങ്ങളായ ചട്ടിപ്പത്തിരി, പഴം നിറച്ചത്, മുട്ടമാല എന്നിവയ്ക്ക് പുറമെ ഇതാ ഒരു പുതിയ അതിഥി കൂടി. അപ്പാട ബിരിയാണി. പേരിനെ പോലെ തന്നെ കക്ഷി വ്യത്യസ്തനാണ് കേട്ടോ. തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി തുടങ്ങി നിരവധി പേരിൽ ബിരിയാണി കേട്ടിട്ടുണ്ടാകും. എന്നാൽ അപ്പാട ബിരിയാണി ആദ്യമായിട്ടാകും ഭക്ഷണപ്രിയർ കേൾക്കുന്നത്. എരനെല്ലൂരിലെ അപ്പാടയിലാണ് ഈ വ്യത്യസ്തമായ ബിരിയാണി ലഭിക്കുന്നത്. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയാണ് അപ്പാട ബിരിയാണി ഭക്ഷണപ്രിയർക്ക് മുന്നിലെത്തുന്നത്. 40 കിലോളം ബിരിയാണി ദിവസവും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ തികയാതെ വരുന്ന സാഹചര്യമാണ് അപ്പാട ബിരിയാണിക്കുള്ളത്. ഫുഡ് ഭക്ഷണമൊക്കെ നല്ല ഇതാണ്. അധിക ദിവസം എനിക്ക് കിട്ടാറില്ല. 9 മണി തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും കാര്യമാറുണ്ട്. ഇതിന് കാരണം മറ്റു ബിരിയാണികളിൽ സ്വാദ് കൂട്ടാൻ വേണ്ടി അജിനമോട്ടോ തുടങ്ങിയ മായങ്ങൾ ചേർക്കുന്നുണ്ട്. എന്നാൽ അപ്പാട ബിരിയാണിയിൽ അങ്ങനെ സ്വാദ് കൂട്ടാൻ വേണ്ടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. കൂടാതെ സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നതും. ഇത് അപ്പാട ബിരിയാണിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ അജിനമോട്ടോ, ടേസ്റ്റ് പൗഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണില്ല. ഞങ്ങളിത് വെച്ചാൽ ഉള്ളി സൺഫ്ലവർ ഓയിൽ, നല്ല ക്വാളിറ്റിയുള്ള അരി, അതിലേക്കുള്ള സാധനം മറ്റുള്ളതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് എന്ന് വെച്ചാൽ പറയാൻ ഒന്നുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കുറവാണ്. പൊതുവെ നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എതക്കടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഭക്ഷണപ്രിയർക്ക് ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ടാണ് അപ്പാട ബിരിയാണി എന്ന് പേര് വന്നത്? സ്വന്തം നാടിന്റെ പേര് ബിരിയാണിക്ക് നൽകിയിരിക്കുകയാണ് എരനെല്ലൂരിലെ നാട്ടുകാർ. കടയുടമ നാസിർ നാട്ടുകാർ നൽകിയ പേര് തന്നെ സ്വീകരിച്ചു. ഇന്ന് ഈ നാട് അപ്പാട ബിരിയാണിയിലൂടെ പ്രശസ്തി നേടിയിരിക്കുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും എരനെല്ലൂർ എന്നാണ്, അപ്പാട എന്നല്ല. പക്ഷെ ജനങ്ങൾ അറിയപ്പെടുന്നത് അപ്പാട എന്നാണ്. അങ്ങനെ ജനങ്ങൾ ഇവിടെ കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഫോണിലൂടെ പറയാം അപ്പാട ഉള്ളത്, അപ്പാട ബിരിയാണി കഴിക്കാൻ വന്നെന്ന്. അങ്ങനെ ഒരു പേര് ജനങ്ങളിൽ നിന്നിട്ട പേര് ഞാൻ അത് പേര് മാറ്റാതെ ഇനി അങ്ങനെ പേര് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ഈ കഴിക്കാൻ വരുന്നവർ പിന്നെ നമ്മളെ കടക്ക് ഒരു പേരില്ലാണ്ടാവും. അപ്പൊ ജനങ്ങൾ ഇട്ട പേര് തന്നെയാണ് ഞാനും ഇട്ടിരിക്കുന്നത്. കൊടിഞ്ഞിക്കാരാണ് ഇത് സാധനം ഫേമസ് ആക്കിയിട്ടുള്ളത്. ഈ അപ്പാട ബിരിയാണി എന്നുള്ള പേര് അധികം ഫേമസ് ആക്കിയിരിക്കുന്നത് കൊടിഞ്ഞിക്കാരാണ്. ദിവസവും വൈകുന്നേരമായാൽ കടയുടമ നാസിർ, കരീം, ഷാഫി, റാസിഫ് പിന്നെ ഈ ചെറിയ കടയും തിരക്കൊഴിയാതെ പ്രവർത്തിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും അപ്പാട ബിരിയാണി കഴിക്കാൻ എത്തുന്നുണ്ട്. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും വന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വാദാണ് അപ്പാട ബിരിയാണിക്കുള്ളത്. പൊതുവെ ബിരിയാണി കഴിക്കണമെങ്കിൽ നല്ല വില നൽകേണ്ടതുണ്ട്. എന്നാൽ അപ്പാട ബിരിയാണിക്ക് 50 രൂപ മാത്രമാണ്. സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് വിലയുള്ളത്. ഇന്ന് ഈ പ്രദേശത്ത് നിരവധി കടകളാണ് അപ്പാട ബിരിയാണി എന്ന പേര് നൽകിയിരിക്കുന്നത്. അതിന് കാരണം നാസിർ ഉണ്ടാക്കിയ ബിരിയാണി തന്നെയാണ്. എന്നും ഇത്തരത്തിലുള്ള ചെറിയ കടയിലെ ഭക്ഷണത്തിനാണ് സ്വാദ് കൂടുതലുള്ളത്. മലയാളികൾ വിദേശ ഭക്ഷണത്തിന്റെ സ്വാദ് തേടി പോകുമ്പോഴും ഇനിയും മരിച്ചിട്ടില്ലാത്ത ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടെന്നതിന്റെ തെളിവാണ് ഈ അപ്പാട ബിരിയാണി കടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ സന്തോഷ് കാവിലക്കാടിനും അഫ്നാസിനുമൊപ്പം വിഘ്നേശ്വരി, വെട്ടം ന്യൂസ്.